എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നയന പറയുന്നുണ്ട് അവൻ ഒരുപാട് കളിച്ചത്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനെ പിടിക്കണം എന്ന് പറയുമ്പം ആദർശ് പറയും ഏതായാലും പോലീസുകാർ അവൻ്റെ വീട് വളഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാത്തിനും ഒരു തീരുമാനമാകും. നിങ്ങൾക്കെല്ലാം സംശയം അഭിയെ അല്ലേ, ഇനിയിപ്പം അഭി അവനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അഭിയും കുറച്ച് നാൾ അകത്ത് കിടക്കും എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന അഭിക്ക് ഭയങ്കര ടെൻഷൻ ആയതുകൊണ്ട് അഭി അവിടെ നിന്ന് പോകും. പോയി കഴിയുമ്പോഴാണ് നയന പറയുന്നത് അഭിയെ അകത്ത് കിടത്തണം എന്നൊന്നും എനിക്കില്ല, ഒന്നും അല്ലെങ്കിലും അവൻ എൻ്റെ ഭർത്താവല്ലേ, പിന്നെ എൻ്റെ ഭാഗത്തെ സത്യം തെളിയിക്കണം എന്ന് നിർബന്ധമുണ്ട് എനിക്ക്. കാരണം എന്നെ ഒരുപാട് സംശയിച്ചു അവനും അവൻ്റെ അമ്മയും, അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ നിരപരാധിത്വം തെളിയിക്കണം എന്ന് നവ്യ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് കാണിക്കുന്ന അഭിയാണ്. അഭി ഭയങ്കര ടെൻഷൻ അടിച്ച് നിർമ്മലയെ വിളിക്കുന്നുണ്ട്. പക്ഷേ നിർമ്മലിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നല്ലാതെ എടുക്കുന്നില്ല. അന്നേരം ഭയങ്കര ടെൻഷൻ ആവും കേട്ടോ അഭിക്ക്. പിന്നെ കാണിക്കുന്നത് പോലീസുകാരെയാണ്. പോലീസുകാർ വീടിൻ്റെ അകത്ത് കയറി സെർച്ച് ചെയ്യുന്നുണ്ട്. അന്നേരം നിർമ്മലിൻ്റെ കൂട്ടുകാരനെ ആട്ടോ കിട്ടുന്നത്. അന്നേരം അവനെ ഇറങ്ങി ഓടാൻ തുടങ്ങും. ഓടിച്ചിട്ട് പിടിക്കുന്നൊക്കെ ഉണ്ട് പോലീസുകാർ. അന്നേരത്തേക്കും ഇതിനിടയ്ക്കെല്ലാം എസ് ഐയെ വിളിക്കുന്നുണ്ടായിരുന്നു ആദർശ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായതുകൊണ്ട് പോലീസിൽ എസ് ഐ എടുക്കില്ല ഫോണ്. അന്നേരം ആദർശ് പറയുന്നുണ്ട് എത്ര വിളിച്ചിട്ടും എസ് ഐ എടുക്കുന്നില്ലല്ലോ, അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ലല്ലോ എന്നിങ്ങനെ നവ്യയോടും നയനയോടുമായിട്ട് പറയുന്നുണ്ട്. നവ്യ പറയുന്നുണ്ട് അവനൊരു പഠിച്ച കള്ളനാണ്, അതുകൊണ്ട് തന്നെ അവനെ പെട്ടെന്നൊന്നും പോലീസിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. അന്നേരം ആദർശ് പറയും ഏതായാലും പോലീസുകാർ അവൻ്റെ വീട് വളഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കിട്ടാതിരിക്കുന്നില്ല, ഇന്ന് തന്നെ കിട്ടും. അങ്ങനെ കിട്ടുവാണെങ്കിൽ സത്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്നൊക്കെ ആദർശം പറയുന്നുണ്ട്. അന്നേരം നയനയും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ നടന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു കണക്ഷനുണ്ട്, അതുകൊണ്ട് അതിൻ്റെ പുറകിലെ സത്യം എന്താണെന്ന് നമുക്ക് അറിയണം എന്നിങ്ങനെ പറയും. ഇതിനിടയ്ക്കെല്ലാം ആദർശം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എസ് ഐ ഇടയ്ക്കിടയ്ക്കായിട്ട്. ഈ സമയം അവി ടെൻഷനോടെ നിർമ്മലിനെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ലാസ്റ്റ് കണക്ട് ചെയ്ത് കിട്ടി. അപ്പം നിർമ്മൽ ഫോൺ എടുക്കും. എന്നിട്ട് ചോദിക്കും എന്താടാ അഭി ഈ സമയത്ത് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എടാ നീ ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോ എന്നാണ് പറയുന്നത്. അന്നേരം ചോദിക്കും ഓടാനോ, നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ എടാ നിന്നെ പിടിക്കാനായിട്ട് പോലീസുകാർ വീട് വളഞ്ഞിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടുക എന്ന് പറയുമ്പം നിർമ്മൽ പറയുന്നുണ്ട് അതോർത്ത് നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ ആ വീട്ടിൽ നിന്ന് പോന്നിട്ട് കുറച്ച് ദിവസമായി, ഇപ്പം ഞാനൊരു വിജനമായ സ്ഥലത്താണ്, ഇവിടെ പോലീസുകാരൊന്നും വരില്ല എന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട് എനിക്കിപ്പോഴാ ഒരു സമാധാനമായത്, പോലീസുകാർ നിന്നെ പിടിക്കുമോ എന്ന് കരുതി ഞാൻ ഒരുപാട് സമയമായി നിന്നെ വിളിക്കുന്നത് എന്ന് പറയും. അന്നേരം നിർമ്മൽ പറയുന്നുണ്ട് ഇതിപ്പം എന്നെ പിടിച്ചാലും ഞാൻ നിൻ്റെ പേരൊന്നും പറയാൻ പോകുന്നില്ല, ഏതായാലും നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ റിസ്ക് എടുത്തത്, അതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസയും കൂടെ വേണം എന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട് എത്ര രൂപ വേണമെങ്കിലും തരാം, ഏതായാലും അവർക്ക് പിടികൊടുക്കാതെ നീ ഒന്ന് ഒളിച്ച് നിന്നാൽ മതി, മറിഞ്ഞ് നിന്നാൽ മതി എന്നിങ്ങനെ പറയും. അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് നിർമ്മലും പറയുന്നുണ്ട്. അന്നേരം അഭി പറയും ഈ കേസ് പോലീസുകാർ വിട്ടു എന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ എൻ്റെ ഏട്ടൻ എന്ന് പറയുന്നവനുണ്ടല്ലോ അവൻ ഇടയ്ക്കിടയ്ക്ക് പോലീസുകാരെ ശല്യം ചെയ്യുന്നുണ്ട്, അവർ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അത് അന്വേഷിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചോണേ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നത്. ഈ സമയം പോലീസുകാർ കൂട്ടുകാരനെ ഇറങ്ങി ഓടിയായിരുന്നല്ലോ, അവനെ ഓടിച്ചിട്ട് പിടിക്കും. എന്നിട്ട് എവിടെയാണ് നിർമ്മല എന്ന് ചോദിക്കും, പറയല, ഒരു അടിയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ സാറേ പറയാം എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങുമ്പോഴാണ് ആദർശ് വിളിക്കുന്നത്. അന്നേരം എസ് ഐ പറയും കോൺസ്റ്റബിളിനോട് ഇവനോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുക എന്ന് പറഞ്ഞ് ഫോൺ എടുക്കും. എന്നിട്ട് പറയുന്നുണ്ട് അവനെ കിട്ടിയില്ല കേട്ടോ, നിർമ്മലിനെ കിട്ടിയില്ല, അവൻ്റെ കൂട്ടുകാരനെ കിട്ടിയുള്ളൂ എന്ന് പറയും. കഷ്ടമായാലോ സാറേ, അവനെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം ഇത് കേൾക്കുന്നുണ്ട് അഭിക്കൊരു ആശ്വാസം ആവുന്നുണ്ട്, നവിക്കും നയനിക്കും ആകെ വിഷമാവും കേട്ടോ. അന്നേരം എസ് ഐ പറയുന്നുണ്ട് ഏതായാലും കൂട്ടുകാരനെ കിട്ടിയല്ലോ, ഇവനെ കൊണ്ട് ഞങ്ങൾ സത്യം പറയിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത്. ഫോൺ വെച്ച് കഴിയുന്നത് നവ്യ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവൻ പഠിച്ച കള്ളനെ, അങ്ങനെയൊന്നും പോലീസിന് പിടികൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നിങ്ങനെ പറയും. അന്നേരം ആദർശ് പറയും അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല, ഇന്നല്ലെങ്കിൽ നാളെ എങ്ങനെയാണെങ്കിലും അവൻ പോലീസ് പിടിയിൽ പെടുക തന്നെ ചെയ്യും, അന്നേരം നമുക്ക് സത്യങ്ങൾ അറിയാലോ എന്ന് ആദർശ് പറയുന്നുണ്ട്. അന്നേരം നവ്യ പറയും എങ്ങനെയെങ്കിലും സത്യങ്ങൾ അറിയണം, കാരണം അവൻ മൂലം ആത്മഹത്യ പോലും ചെയ്താലോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, അവൻ എന്നെ കൊല്ലാതെ കൊല്ലുമായിരുന്നു, അതിൻ്റെ എല്ലാ വിഷമങ്ങളും എനിക്കുണ്ട് എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട് നവ്യ നിൻ്റെ സ്വഭാവത്തിലും ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, നീ ചുറ്റും നിൽക്കുന്നവരെ പറ്റി ആലോചിക്കാതെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്, ഈ ഒരു കാര്യം ശരിയാകാൻ നീ നയനെ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറയൂ കേട്ടോ. അന്നേരം നവ്യ പറയുന്നുണ്ട് അതെനിക്കിപ്പം മനസ്സിലാകുന്നുണ്ട്, അവൾ എൻ്റെ അനിയത്തിയാണെങ്കിലും ഒരു ചേച്ചിയുടെ പക്വതയോടുകൂടി പെരുമാറിയത് അവളാണ്, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് അവളോട് നേരത്തെ പോലെ കുശുമ്പോ ദേഷ്യമോ ഒന്നുമില്ല, അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്, അതുകൊണ്ട് തന്നെ അവളോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ടങ്ങ് പോവാട്ടോ. നവ്യ പോയി കഴിയുമ്പോഴേക്കും ആദർശ് നയനോട് പറയുന്നുണ്ട് അതെ നീ വലിയ ബെറ്ററാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്, വലിയ കുഴപ്പമില്ല, അവളെക്കാളും ഭേദമാണെന്നേ ഉദ്ദേശിച്ചുള്ളൂ എന്ന് ആദർശ് പറയും. അന്നേരം നയന പറയുന്നുണ്ട് അല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് ഞാൻ ചോദിച്ചില്ല
ഒട്ടുമില്ല. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പം ജീവൻ പണയം വെച്ചും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ ഞങ്ങൾക്ക് വെറുക്കാൻ പറ്റില്ല എന്ന് നയന പറയും. അന്നേരം ആദർശ് ചോദിക്കും, നീ ആരെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം ഞാൻ എൻ്റെ ആദർശേനെ പറ്റി തന്നെയാണ് പറഞ്ഞത്, ഞാൻ വേറെ ആരെങ്കിലും പറ്റി പറഞ്ഞതായിട്ട് തോന്നിയോ എന്ന് ചോദിക്കും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെയുള്ള ചിന്തയൊക്കെ ഇടയ്ക്കുള്ളത് നല്ലതാ എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, അത് തിരിച്ചുള്ളത് നല്ലതാ കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് നയന അങ്ങോട്ട് പോകുന്നത്. ഏതായാലും അങ്ങോട്ട് ദേഷ്യപ്പെടുന്നൊന്നുമില്ല, ഒരു ചെറു പുഞ്ചിരിയോടെ നോക്കി നിൽക്കുവാണ് ആദർശ്. ഇനി കാണിക്കുന്ന അഭിയാണ്. അഭിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ, കൂട്ടുകാരനെ ആണെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർമ്മലിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞാലോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. അന്നേരം ഇത് കണ്ടുകൊണ്ട് നവ്യ അങ്ങോട്ട് തന്നെ. അപ്പം നവ്യ അടുത്ത് വന്നിട്ട് ചോദിക്കും, നിനക്ക് എന്താ ഒരു ടെൻഷൻ പോലെ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ടെൻഷനോ, എനിക്കൊരു ടെൻഷനും ഇല്ല എന്ന് പറയും. അന്നേരം പറയുന്നുണ്ട്, ആ നിർമ്മലിൻ്റെ പുറകെ തന്നെയുണ്ട് പോലീസുകാർ, എങ്ങനെയെങ്കിലും അവനെ പിടിക്കും, അന്ന് എല്ലാ സത്യം പുറത്തു വരും എന്നിങ്ങനെ പറയും. അന്നേരം അഭി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അതിൻ്റെ പുറകെയൊക്കെ നടക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതല്ലേ എന്നിങ്ങനെ പറയും. അന്നേരം നവ്യ പറയുന്നത്, കഴിഞ്ഞെന്നോ, അതിൻ്റെ പേരിൽ ഞാൻ എന്തോരം വിഷമിച്ചു, നീയും നിൻ്റെ അമ്മയും പോലും എന്നെ സംശയിച്ചില്ലേ എന്ന് ചോദിക്കും. അന്നേരം അഭി പറയുന്നുണ്ട്, അത് അന്നല്ലേ, അതെല്ലാം കഴിഞ്ഞില്ലേ, ഇപ്പം എനിക്കറിയാം നിൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് എനിക്കറിയാം, പിന്നെ എന്തിനാ ഇതിൻ്റെയൊക്കെ പുറകെ നടക്കുന്നേ, അവൻ്റെ ഒന്നും സ്വഭാവം ശരിയല്ല, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ അവന് ഇനി എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റില്ല എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാവന്മാരെയും കൊമ്പ് നമുക്ക് ഒടിക്കാൻ പറ്റും. പക്ഷേ പെൺകുട്ടികൾ അങ്ങനെ ചെയ്യാറില്ല, അതാ പ്രശ്നം. ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒരു ഇഞ്ച് പുറത്തോട്ട് പോകില്ല, കാരണം എൻ്റെ സ്വഭാവത്തെയാണ് എല്ലാവരും സംശയിച്ചത് എന്ന് പറയും. അന്നേരം അഭി പറയും, ഇല്ല ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല, നിനക്ക് നഷ്ടമൊന്നും വന്നില്ലല്ലോ, അതുകൊണ്ട് ഇതിൻ്റെ പുറകെ പോകണ്ട എന്ന് അഭി പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, നഷ്ടം വന്നിട്ടില്ലെന്നോ, ഇപ്പോൾ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടില്ല, പക്ഷേ എൻ്റെ സ്വഭാവത്തെയാണ് സംശയിച്ചത്, എൻ്റെ സ്വഭാവമാണ്, മാനമാണ് പോയത്. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് ആ മാനം തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ പുറകെ തന്നെ കാണും ഞാൻ, അവനെ കണ്ടുപിടിക്കുകയും ചെയ്യും. അവൻ അങ്ങനെയൊന്നും രക്ഷപ്പെടുമെന്ന് ആരും ഓർക്കണ്ട. എനിക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഞാൻ ആരെയും പ്രേമിച്ചിട്ടൊന്നുമില്ല, അതാണ് അവൻ മുതലാക്കിയത്, അതുകൊണ്ട് അവനെ പിടിക്കുക തന്നെ ചെയ്യും എന്ന് പറയും. നേരവും അബിക്ക് നല്ല ടെൻഷനുണ്ട്. അബി കുറേ പറഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ, ഈ കേസ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി. അതിന് പോകുന്നതിന് മുമ്പ് നവ്യ അബിയെ നോക്കിയൊരു സംശയത്തോടെ പറയുവാണ്, ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പിടിക്കുകയും ചെയ്യും, അതിൻ്റെയൊക്കെ ഫലം എന്താണെന്ന് അവൻ അറിയുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് നവ്യ അങ്ങ് പോകുന്നത്. അന്നേരം നല്ല ടെൻഷനുണ്ട് അബിക്ക്. പിന്നെ കാണിക്കുന്ന അനിയാണ്. അനി ഫോൺ വിളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരം. അത് കാണുമ്പം കനകയ്ക്കൊരു സംശയം, ഇനി നന്ദുവിനെയാണോ വിളിക്കുന്നതെന്ന്. അതറിയാൻ വേണ്ടി നന്ദുവിനെ കനക വിളിക്കുവാണ്. അന്നേരം ഫോൺ എടുക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ നീ ആരെ വിളിക്കുമായിരുന്നു, ഇത്ര നേരം എൻഗേജ്ഡ് ആയിരുന്നല്ലോ എന്ന് പറയും. അന്നേരം അമ്മയ്ക്ക് എന്നെ വട്ടുണ്ടോ, എൻ്റെ ഫോണിലേക്ക് ആരും വിളിച്ചിട്ടൊന്നുമില്ല, എൻഗേജ്ഡും അല്ലായിരുന്നു എന്ന് പറയുമ്പോൾ, എന്നാൽ വേറെ ഏതെങ്കിലും കോള് കയറി വന്നതായിരിക്കും എന്ന് പറയും. എന്നിട്ട് അമ്മ എന്തിനാണ് ഇപ്പോൾ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ മോളുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്, എൻ്റെ മറ്റ് 2 മക്കൾ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ നന്ദൂട്ടനല്ലേ എൻ്റെ കൂടെ ഇല്ലാത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേക്കും അങ്ങോട്ട് വരും കേട്ടോ അനി. എന്നിട്ട് പറയും, അത് നേരം ഇങ്ങാട്ടി, ഇനി ഞാൻ കുറച്ച് നേരം സംസാരിക്കാം എന്ന് പറഞ്ഞ് അനി ആ ഫോൺ അങ്ങ് മേടിക്കും. എന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, നന്ദു എന്നെ പുറത്തേക്കൊന്നും വരാത്തെ, എനിക്ക് നന്ദുവിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും നന്ദുവിന് ആ ഒരു വിഷമം. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഞാൻ ഫോൺ വെക്കും കേട്ടോ എന്ന് പറയുമ്പോൾ, വെക്കരുത്, ഞാൻ പറയുന്നത് കേട്ടിട്ട് വെച്ചാൽ മതി എന്ന് പറയും. അന്തേക്കും കനകയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. അന്നേരം നിങ്ങൾ ഒരുപാട് സംസാരിക്കൊന്നും വേണ്ട, ഫോൺ കാട്ടിക്ക് എന്ന് പറയുമ്പോൾ, അത് ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് തരാം ആൻറ്റി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കൂളായിട്ട് നിൽക്കും കേട്ടോ അനി. എന്നിട്ട് ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ട് നയന വന്നെ. അപ്പോൾ നയന ചോദിക്കും, ഇതെന്താ ഇങ്ങനെ അനി നന്ദുവിനോടൊന്ന് സംസാരിച്ചു എന്ന് ഓർത്തിപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം അങ്ങനെ അല്ല മോളെ എന്ന് പറയുമ്പം, അവർ ഇതിനു മുമ്പും ഫ്രണ്ട്സായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നില്ല, അമ്മ ഇതിനെ പിന്നെ ടെൻഷൻ അടിക്കുന്നത് ചോദിക്കും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് സംസാരിക്കുന്നതിനിടയ്ക്ക് അനി പറയുന്നുണ്ട്, ഇതിപ്പോൾ ഞാൻ വിളിച്ച കോളല്ല, ആൻറ്റി വിളിച്ച കോളാണ്, ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് മേടിച്ചെന്നേ ഉള്ളൂ എന്ന് അനിയും പറയുന്നുണ്ട്. ഏതായാലും ഇതിനിടയ്ക്ക് ഈ സംസാരം കേട്ടുകൊണ്ട് തന്നെ നന്ദു ഫോൺ വയ്ക്കും. ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, ആ കോള് കട്ടായി, കുഴപ്പമില്ല, ഞാൻ പിന്നെ വിളിച്ചോളാം നന്ദുവിനെ എന്ന് പറയും. അന്നേരം കനക അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും. അനി അങ്ങ് പോവുകയും ചെയ്യും കേട്ടോ. അന്നേരം നയനൊരു സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ അനി നന്ദുവിന് ഫോൺ വിളിക്കുന്നത് തടയുന്നത്, അവർ ഇതിനു മുമ്പ് ഫ്രണ്ട്സ് അല്ലായിരുന്നോ എന്ന് ചോദിക്കും. അങ്ങനെ പറയും, മോളെ അത് ശരിയാക്കിയല്ല എന്ന് പറയുമ്പോൾ, അതെന്താ ശരിയാകാത്തതെന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയും. അന്നേരം പറയുന്നുണ്ട്, അനി എന്നാ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയിൽ അനാമിക, അനാമികയ്ക്ക് നന്ദുവിന് നല്ല സംശയമുണ്ട് എന്ന് പറയും. അങ്ങനെ അതെന്തിനാ സംശയിക്കുന്നതെന്ന് ചോദിക്കുമ്പം കനക പറയുന്നുണ്ട്, അല്ല ഇവിടെ വന്നപ്പം പലപ്പോഴും നന്ദുവിന് അധിക പ്രാധാന്യം അനി കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ചെറിയൊരു വിഷമമുണ്ട്, അതുകൊണ്ട് അതെന്തിനാണ് നമ്മളായിട്ട് വലുതാക്കാൻ പോകുന്നത്, അതുകൊണ്ടാണ് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, നന്ദു നേരത്തെ ഇങ്ങനെയൊക്കെ തന്നെയല്ലായിരുന്നു, അവൾക്ക് നേരത്തെയും ആൺകുട്ടികളോടായിട്ടായിരുന്നു കൂട്ട്, അവരോട് സംസാരിക്കും, അവർ കൂടെ പോവുകയൊക്കെ ചെയ്യാറുണ്ട്, പിന്നെ അമ്മ ഇതിന് ഇപ്പം ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കും. അന്നേരം കനക പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ടെൻഷനുണ്ട്, അവൾക്ക് വിവാഹപ്രായമായി നിനക്കറിയാലോ, അതുകൊണ്ട് ഇനി ആണുങ്ങളുമായിട്ട് ഒരുപാട് കൂട്ടൊന്നും വേണ്ട, അത് ശരിയാകിയല്ല എന്ന് പറഞ്ഞിട്ട് കനക അങ്ങ് പോകുമ്പം ഒരു സംശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് നയന.
പിന്നെ കാണിക്കുന്നത് ജാനകിയാണ്. ജാനകി ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അന്തിക്ക് അങ്ങോട്ട് അഭിയും ജലജയും കൂടെ വന്നിട്ടുണ്ട്. അന്നേരം ജലജ ചോദിക്കും, എന്താ ജാനകി നിനക്കൊരു ടെൻഷൻ എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, എല്ലായിടത്തും കല്യാണം വിളിക്കാൻ ഞങ്ങൾ പോകുന്നുണ്ട്, കൂടെ അനിയും കാണാറുണ്ട്, പക്ഷെ അവൻ ഇപ്പോഴും ഈ വിവാഹത്തോട് വലിയ താല്പര്യമില്ല എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, അവന് താല്പര്യമില്ല, പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കും. അന്നേരം ജാനകി പറയുന്നുണ്ട്, അവൻ്റെ മുത്തശ്ശനാണ് ഈ വിവാഹത്തിന് വാക്ക് കൊടുത്തത്, അതുകൊണ്ട് തന്നെ ആ വാക്കിനി മാറിയല്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം ജലജ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അനിയുടെ മനസ്സിൽ വേറെ ഏതോ പെൺകുട്ടി ഉണ്ടോ എന്ന് സംശയമുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കും അങ്ങനെ തോന്നി എന്നിങ്ങനെ പറയും കേട്ടോ ജാനകി. അന്നേരം കിട്ടിയ അവസരം മുതലാക്കി അഭി പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അവൻ വേറൊരു പെൺകുട്ടിയുടെ കൂടെ പാർക്കിലൂടെ കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ ആ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് അത് വെറും ഒരു സുഹൃത്ത് ബന്ധമൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുക. അന്നേരം സംശയത്തോടെ ജലജ ഇങ്ങനെ നോക്കുക കേട്ടോ അഭിയുടെ മുഖത്തോട്ട്. അപ്പം അഭി പറയുന്നുണ്ട്, ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുക, ചുമ്മയാണ് എന്നിങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്. അന്നേരം ജലജ ഒന്നുകൂടെ കുഴപ്പിക്കാൻ വേണ്ടി പറയുക, അങ്ങനെയാണെങ്കിൽ ഇത് മുത്തശ്ശനോട് പറഞ്ഞ് ഈ വിവാഹം അങ്ങ് വേണ്ടെന്ന് വെക്കുന്നതല്ലേ നല്ലത്, എന്തിനാ ഇങ്ങനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ജാനകി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കാര്യം പോയി അച്ഛനോട് പറ, എന്നിട്ട് അച്ഛൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുക്കട്ടെ എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, അതൊന്നും നടക്കണ കാര്യമല്ല എന്ന് പറയുമ്പോഴത്തേക്കും ജാനകി പറയുന്നത്, ഇനിയിപ്പോൾ ഈ വിവാഹം മുടങ്ങിപ്പോകാനൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ മാറ്റി വയ്ക്കാനും ആരും ശ്രമിക്കില്ല, കാരണം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കുക എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, അന്നേരം മറ്റേ പെൺകുട്ടിയുടെ അവസ്ഥയോ അനി സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുവാണ്, ഏതായാലും പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു, ഇനി അമ്മയും മോനും എല്ലാവരോടും ഒന്ന് തീരുമാനിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യേ എന്ന് പറഞ്ഞിട്ട് ഒരു കുത്തൂട്ട് കൊടുത്തിട്ട് ജലജ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കനക കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കനകയ്ക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ടായിരുന്നു. ഞാൻ കനക ഓർക്കുക, ഈശ്വര ഇനിയിപ്പോൾ എൻ്റെ മോളുടെ കാര്യമൊന്നും എടുത്ത് പറഞ്ഞില്ലല്ലോ, രക്ഷപ്പെട്ടു എന്ന് ഓർക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന അനി പുറത്തേക്ക് പോകുന്നതാണ്. ഇത് കാണുന്നതിക്ക് ആകെ സംശയമായിട്ടോ നയനിക്ക് അനി എവിടെ പോണേ എന്നൊന്ന് അറിയണം. അതിന് വേണ്ടി പെട്ടെന്ന് അടുക്കളയിലേക്ക് വരും. എന്നിട്ട് കനികയോട് പറയുന്നുണ്ട്, അമ്മ എനിക്കൊന്ന് പുറത്ത് പോകണം എന്ന് പറയുമ്പോൾ എവിടേക്കാണ് മോളെ എന്ന് വയ്ക്കും. അന്നേരം പറയുന്നുണ്ട്, എനിക്ക് കല്യാണി ഒന്ന് കാണണം, അവളെ കാണാൻ വേണ്ടിയാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട്, ശരിയാണ്, കല്യാണി മോളെ കണ്ടിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായില്ലേ, മോളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ, ഇടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ, അതുപോലെ മോളും അങ്ങോട്ട് പോകാറില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം അമ്മ, ഏതായാലും ഞാനൊന്ന് പുറത്ത് പോവാം, അമ്മ അടുക്കളയിലെ കാര്യമൊക്കെ നോക്കിയേക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ കനക പറയും, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം, മോള് പോയിട്ട് വാ എന്ന് പറയും. ഏതായാലും നയന അവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോഴേക്കും കറക്റ്റ് ഒരു വണ്ടി വരുന്നുണ്ട്. ഏതാണെന്നറിയില്ല. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.